അതെ കൊറേ നേരമല്ലേ എന്നെ നാട്ടിൽ ഇനി കുട്ടീനെ നാട്ടിക്കേ. ദേഷ്യപ്പെടുന്നോ? ആ കിടക്കാതാ. ആ കിടക്കാം. ലൈറ്റ് ഓഫ് ആക്ക്. തലയണങ്ങൾ തന്നെ അടക്കി. ഒരു തലയണക്കവർ ഇടാ. 1 മണിക്കൂറായി. ലൈറ്റ് ഓഫ് ആക്ക്. ദേവിയെ കാത്തിരക്ഷിക്കണേ. താളത്തിൽ ആടി മന്ദാരക്കൊമ്പത്ത് ഞാനില്ല. മജീക്ക ഇതെന്തെങ്ങനെ ചിന്തിച്ചിരിക്കണേ? മറക്കച്ചവടത്തിൽ നഷ്ടം വല്ലതും പറ്റിയാ? ഏയ് ഒന്നുമില്ല. അങ്ങനെ നഷ്ടം വരാൻ ഞാൻ നിന്നു കൊടുക്കോ? പിന്നെ എന്തെങ്ങനെ ചിന്തിച്ചിരിക്കണേ? ഞാനേ നമ്മുടെ പങ്കിയമ്മാവനെ കുറിച്ച് ആലോചിച്ചിരുന്നതാ. എന്ത് പങ്കിയമ്മാവന്? അല്ല, പങ്കിയമ്മാവൻ കല്യാണം കഴിക്കാൻ പോകുന്നു അറിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് കളക്ടറേറ്റിന്റെ നടയിൽ നിന്ന് അടി കൊണ്ടിട്ട് വരുമ്പോ കാലി തൈലം ഇട്ട് കൊടുക്കാനും, ആരുമില്ലാത്തപ്പോ പങ്കിയമ്മാവന്റെ രാഷ്ട്രീയ പ്രസംഗം കേൾക്കാനും, തെക്കേപ്പുറത്തെ ജാതിമരത്തിന്റെ ചോട്ടിലിരുന്ന് ഉറങ്ങുമ്പോ വിളിച്ചോണ്ട് പോയി കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാനും ഒരാളെ കൂടെ കൂട്ടുന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. ഇതിപ്പോ അങ്ങനെയാണോ? കല്യാണത്തിന് മുന്നേ തന്നെ കൃത്യമായ കുടുംബാസൂത്രണ പദ്ധതി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയിരിക്കുകയല്ലേ? എന്ന് വെച്ചാ കുന്തം. എന്റെ അപ്പുണ്ണി സത്യം പറഞ്ഞാണ്ടല്ലോ, പങ്കിയമ്മാവൻ ഒരു അച്ഛനാകാൻ പോകുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോ ഞാൻ അസ്തപ്രജ്ഞനായിപ്പോ. എന്തായി പോയി? അസ്തപ്രജ്ഞ എന്താ അങ്ങനെ പറഞ്ഞ? എന്ന് പറഞ്ഞ സ്തംഭിച്ചു പോയി. എന്നാ പിന്നെ അങ്ങനെ പറഞ്ഞാ പോലെ ഈ കടിച്ചാപ്പൊട്ടത്തെ കാര്യങ്ങളൊക്കെ പറയണോ? അല്ല, ഇത് മഹാഭാരതത്തിലുള്ള വാക്കാ. മഹാഭാരതത്തിലോ? ആ, അപ്പുണ്ണി മഹാഭാരതം വായിച്ചിട്ടുണ്ടോ? എനിക്കിതുവരെ സമയം കിട്ടിയിട്ടില്ല. മജീക്ക വായിച്ചിട്ടുണ്ടോ? പിന്നെ കൊറേ വായിച്ചിട്ടുണ്ട്. അപ്പൊ കൊറേ മഹാഭാരതം ഉണ്ടോ? കൊറേ മഹാഭാരതം ഒന്നുമില്ല, മഹാഭാരതം ഒന്നേ ഉള്ളൂ. എന്തുമാത്രം കഥകളുണ്ടെന്നറിയോ അതിനകത്ത്? അതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് അതിലും സന്തോഷായി. ഞാൻ മഹാഭാരതം വായിച്ചില്ല. അല്ല, പിന്നെ സാറാമ്മേടം ഗർഭിണിയാന്ന് പറഞ്ഞ എന്റെ സുഷ്കാന്ത് ഇപ്പൊ നടക്കാൻ തുടങ്ങില്ലോ. അപ്പോഴേക്ക് പങ്കിയമ്മാവന്റെ മോനും ഈ വീട്ടുമുറ്റത്തെത്തും. രണ്ടാളും കൂടി ഒരുമിച്ച് ഓടിക്കളിക്കണ കാണാൻ നല്ല രസമായിരിക്കും. പണ്ട് ഞാനും അമ്പലിയൊക്കെ അങ്ങനെയായിരുന്നല്ലോ. അപ്പുണ്ണി അത് പറഞ്ഞപ്പോ എന്റെ മനസ്സിലൊരു ചിന്ത. എന്തേ? എന്റെ തറവാടിന്റെ മുറ്റത്ത് 2 പിഞ്ചിളംകാലികൾ പിച്ച വെച്ച് കളിച്ചാൽ എങ്ങനെയുണ്ടാവും? അതിന് അമ്പിളി ഇവിടെ ഇല്ലല്ലോ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഷാഹിനക്ക് ഇനിയൊരു അനിയനോ അനിയത്തിയോ കൂടെ വന്നാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ ഷാഹിനൊക്കെ അനിയനോ അനിയത്തി ഉണ്ടോന്നാ ഇപ്പൊ മജീദ്ക്ക പറഞ്ഞില്ലേ? എന്റെ അപ്പുണ്ണി ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. മാജിദ്ക്ക ആള് കേമനാട്ടോ. ഈ വിവരം സുൽത്താത്തൊക്കെ അറിയോ? എന്ത്? ഈ ഷാഹിനക്ക് അനിയനും അനിയത്തിയുള്ള കാര്യം. അപ്പുണ്ണി ഞാൻ ഉദ്ദേശിച്ചത് എന്താ? മാജിദ്ക്ക ഒന്നും പറയണ്ട. സുൽത്താത്ത പറഞ്ഞു. സുൽത്താത്ത വേഗം ഒരു വിശേഷം പറയാനുണ്ട്. ഇവിടെ നിൽക്കായിരുന്നോ? ഒന്ന് മിണ്ടാണ്ടിരിക്ക പുണ്ണി. മജീക്ക മിണ്ടാണ്ടിരിക്കും. വേഗം പോയോ ഒരു വിശേഷം പറഞ്ഞുതരാ. എന്തിനാ സ്ത്രീകൾ? അതെ, എന്താ പുണ്ണി? സുൽത്താത്ത ഈ ഷാഹിനക്ക് ഒരു അനിയനും അനിയത്തിയുള്ള കാര്യം സുൽത്താത്തക്ക് അറിയോ? എന്താ? അല്ല, അത് ഞാൻ അവിടെ നിൽക്കേ. ഷാഹിനക്കെ ഒരു അനിയനും അനിയത്തിയുള്ള കാര്യം സുൽത്താത്തക്ക് അറിയോന്ന്? എന്നോട് പറഞ്ഞിട്ടില്ല. എന്നാ ഷാഹിനക്ക് ഒരു അനിയനും അനിയത്തി ഉണ്ടോ ചോദിച്ചോക്ക്. ആണോ മജീദിക്ക? ഷാഹിനക്ക് അനിയനും അനിയത്തിയുണ്ടോ? എന്നോട് ഇപ്പൊ പറഞ്ഞു. എന്നെ ചതിച്ചല്ലോ. ഇതെങ്ങനെയാ? കല്യാണത്തിന് മുമ്പാണോ കല്യാണത്തിന് ശേഷമാണോ? ഒറ്റ മോളെ ഉള്ളൂ എന്ന് പറയണ്ട ഞാൻ കേട്ടത്. ഇപ്പൊ അനിയനും ഉണ്ട് അനിയത്തിയും ഉണ്ടെന്ന്. ഞാൻ എന്തോ പറഞ്ഞ എന്തോ നീ കേട്ടത്? എന്തൊക്കെ പറഞ്ഞേ? ഞാൻ അപ്പുണ്ണിയോട് പറഞ്ഞ എന്താണെന്നറിയാവോ? നമ്മുടെ ഷാഹിനക്ക് ഇനി ഒരു അനിയനോ അനിയത്തിയോ കൂടെ വന്നാൽ എങ്ങനെ ഇരിക്കുന്ന? അങ്ങനെയാണോ ഉദ്ദേശിച്ചേ? അപ്പൊ അത് വളച്ചൊടുക്കിയ പറയണത്. നേരിട്ട് കൊണ്ട് പറഞ്ഞൂടെ? അതുകൊണ്ടല്ലേ മനുഷ്യനെ തെറ്റിദ്ധരിച്ചത്. നീ പറ, എങ്ങനെയുണ്ടാവും? അതിപ്പോ അപ്പുണ്ണിയോടാണോ പറയണ്ടേ? എന്നോടല്ലേ ചോദിക്കണ്ടേ? എന്നാ ചോദിക്കുന്നു, നമുക്കൊരു കുഞ്ഞൂടെ ഉണ്ടായാൽ എങ്ങനെയുണ്ടാവും? നന്നാ വിളിക്കാം. നമുക്ക് ഷാഹിനെ മാത്രം മതി കേട്ടാ. തടിക്കച്ചവടം ഉള്ളതല്ലേ. ഞാൻ ചായ തരാമേ, കുടിച്ചിട്ട് വേഗം പൊയ്ക്കോ കേട്ടോ. പോട്ടെ പുണ്ണി. മജീദ്ക്കയുടെ ഒരു കാര്യം. ആഹാ, നീ ഇവിടെ ഇരിക്കായിരുന്നോ? ഞാൻ നിന്നെ എവിടെയൊക്കെ നോക്കി. അതെ,
നീ എന്താ ഈ സമയത്ത് ഇവിടെ ഇരിക്കുന്നേ? ഒന്നുമില്ലക്ക. എനിക്ക് എന്റെ ഇളയപ്പയുടെ മോളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് നോക്കിക്കൊണ്ടിരിക്കായിരുന്നു ഇവിടെ. നോക്കട്ടെ. ആഹാ, കൊള്ളാലോ. ഇവളുടെ പേരെന്താ? ഷാഹിന? ഷാഹിന നിന്റെ അടുത്ത ചോദിച്ചേ, ഇവ അവിടെ പേരെന്നാ? പാത്തുക്കുട്ടി. പാത്തുക്കുട്ടിയാ? നല്ല ഇருக்கு. എത്ര വയസ്സ്? 1.25. എന്നാ നീ ഇങ്ങനെ വിഷമത്തിൽ പേസത്? ഒന്നുമില്ലക്ക. ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ച് നിന്റെ മുഖത്ത് നല്ല വിഷമുണ്ട്. അക്ക കിട്ട സൊല്ല്. ഒന്നുമില്ലക്ക. എന്തോ പ്രശ്നം ഇருக்கு. കാര്യം പറ. അക്ക, അത് വേറൊന്നല്ല. സാറാമ്മയുടെയും പങ്ങിയാമ്മന്റെയും കല്യാണം കഴിഞ്ഞിട്ടേ എടുപെടിന്ന് അവർക്ക് കുട്ടികളായി. പക്ഷെ ഞാൻ അമ്പലിക്കയുടെ കൂടെ ഇറങ്ങി വന്നിട്ട് ഇത്രയും കാലമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളായില്ലല്ലോ. അതോർത്തപ്പോ ഒരു വിഷമം. അതൊക്കെ തന്നെ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് വിഷമിക്കണ്ടെന്നാണോ ഒക്കെ പറയുന്നേ? വിഷമിക്കണ്ടെന്നല്ല പറഞ്ഞത്. നേരത്തെ കുട്ടികളാവുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, അങ്ങനെ നിർബന്ധമില്ല. അപ്പടിതാ ഞാൻ സൊന്നേ. അക്കയ്ക്ക് അങ്ങനൊക്കെ പറയാം. ഇപ്പൊ ഇവിടെ തന്നെ നോക്ക്, അനന്തേട്ടന് കുട്ടികളുണ്ട്, അപ്പുണ്ണിയേട്ടന് കുട്ടിയായി, ഇപ്പൊ ദാ പങ്കിയമ്മനും കുട്ടിയായി. എന്റെ വിഷമമൊക്കെ ഞാൻ ആരോട് പറയാനാ? ഉമ്മാട് പറയണം. കൊഞ്ചം തപ്പങ്ക് പറ, എന്റെ മൂക്ക് എന്താ സങ്കടം? എനിക്കൊരു സങ്കടവും ഇല്ല എന്റെ ഉമ്മ. പിന്നെ ഞാൻ കേട്ടതോ നിനക്ക് എന്തോ വിഷമം ഉണ്ടെന്ന്? ഇല്ല, അങ്ങനൊന്നും ഇല്ല. ഇല്ലേ? ഇല്ല. സുലുത്ത, അവക്ക് നല്ല സങ്കടമുണ്ട്. അക്ക, നീ മിണ്ടണ്ട, ഞാൻ പറയും. നീ സൊല്ല്. അതായത് സുലുത്ത, ഈ അടുത്ത് കല്യാണം കഴിഞ്ഞ പങ്കിയമ്മാവനും സാറമ്മായിക്കും കുട്ടികളാവാൻ പോവല്ലേ. അപ്പൊ നേരത്തെ കല്യാണം കഴിഞ്ഞ് ഇവർക്ക് കുട്ടികളൊന്നും ആയില്ലല്ലോ എന്നാലോചിച്ച് വിഷമിച്ചിരിക്കുക അവള്. അതിനിപ്പോ വിഷമിച്ചിട്ട് എന്തെടുക്കാരാ? അമ്പിളിമോൻ അങ്ങ് ഗൾഫിലും ഇവള് ഇവിടെ നാട്ടിൽ നിൽക്കുമ്പോ എങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാവാനാ? മോളൊരു കാര്യം ചെയ്യ്, അവനോട് ഇങ്ങനെ കേറി വരാൻ പറ. അപ്പടി സൊല്ലാതെ സുലുത്ത, അവര് കാശ് സമ്പാദിക്കാനല്ലേ ഗൾഫിൽ പോയത്. അവര് നിറയെ കാശൊക്കെ സമ്പാദിച്ചിട്ട് തിരിച്ചു വരട്ടെ, എന്നിട്ട് മതി കുട്ടികളെന്നാണ് എന്റെ അഭിപ്രായം. കാശൊക്കെ സമ്പാദിക്കാതെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? മരതകം, നീ പറഞ്ഞതൊക്കെ ശരി തന്നെ. പക്ഷെ കാശൊക്കെ സമ്പാദിച്ചെങ്കിൽ നാട്ടിൽ വരുമ്പോ ഇവിടെ ഒരു അനന്തരാവകാശി ഇല്ലെങ്കിൽ പിന്നെ എന്തിനീ കാശൊക്കെ? അതൊക്കെ സുലുത്ത വിഷമിക്കണ്ട, അനന്തരാവകാശികളാക്കിയിട്ട് ഞങ്ങളൊക്കെ ഇല്ലേ. ആഹാ, അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന നിനക്കൊക്കെ സൂഹിക്കാൻ വേണ്ടിട്ടാണോ? അവിടെ പൈസ ഉണ്ടാക്കുന്ന നിനക്ക് അനന്തരാവകാശമായിട്ട് ഇരിക്കാൻ വേണ്ടിട്ടാണോ? അയ്യോ, അല്ല സുലുത്ത, നിങ്ങൾ നിർത്ത്. നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കാൻ വന്നാണോ അത് തമ്മിൽ തല്ലാൻ വന്നാണോ? ഞങ്ങൾ തമ്മിൽ തല്ലും. നിനക്ക് അതിൽ ഇച്ചിരി ആശ്വാസം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. എനിക്ക് അങ്ങനത്തെ ഒരു ആശ്വാസവും വേണ്ട. അതേ ഉമ്മ, എനിക്ക് യാതൊരുവിധ പ്രശ്നമില്ല. കുറച്ചു നേരം ഞാൻ ഇവിടെ ഇരുന്ന് വിഷമിച്ചിട്ട് ഞാൻ അങ്ങ് എണീറ്റ് വെക്കോളും, അത്രേ ഉള്ളൂ. അതിന്റെ പേര് നിങ്ങൾ തമ്മിൽ തല്ലാൻ നിക്കണ്ട. അല്ല, നിനക്ക് വിഷമം എന്തോ ഉണ്ടോ? എനിക്കൊരു വിഷമം ഇല്ലാന്ന് പറഞ്ഞില്ലേ. എന്നാ പോയേ, മക്കൾക്ക് ഇച്ചിരി ചായ കൊണ്ട് തരട്ടെ. ഉമ്മ ഇനി എന്നെ കൂടെ പറയിപ്പിക്കരുത് കേട്ടോ. എനിക്ക് പോയേ, ഒരു ജ്യൂസായാലോ? വേണ്ടെന്ന് പറഞ്ഞില്ലേ. വാ പോവാ. അവള് മൊത്തത്തിൽ ദേഷ്യപ്പെട്ടിരിക്കുവാ. എന്തൊരു കഷ്ടം ഇത്. ഇടാ, നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഇടാ, നമുക്ക് മുതലാവണത് മാത്രമാണെങ്കിൽ പിടിച്ചാൽ മതിയെന്ന്. അറപ്പൂലിയും വണ്ടിക്കൂലിയും കഴിഞ്ഞ് വല്ലതും കിട്ടണ്ടേ? മരക്കച്ചവടം എന്ന് പറയുന്നത് നിസാര കളിയല്ല, ലക്ഷങ്ങൾ പറിക്കണ പരിപാടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് നീ പോയി എവിടെയെങ്കിലും വായി നോക്കി ചെയ്തിട്ട് ഒരു വിലയും പറഞ്ഞിട്ട് വന്നാ അണ്ട് നോക്കി കണ്ട് നിൽക്കി. മറ്റുള്ളവർ പറയണ വിലയൊക്കെ നോക്ക്. നമുക്ക് ഒതുങ്ങുന്നതാണെങ്കിൽ മാത്രം നോക്കി വെച്ചാൽ മതി. ഇല്ലേ, വിട്ടുകളാ. ഓ, അത് തന്നെ, ശരി. ഓ, അല്ല മജീക, മരക്കച്ചവടത്തിന് പോകുന്നുണ്ട്, പോയില്ലേ? ഇല്ല, ഞാനേ നമ്മുടെ ജബ്ബാറിനെ പറഞ്ഞങ്ങോട്ട് വിട്ടിട്ടുണ്ട്, അവൻ നോക്കിയോളൂ. ആണോ? മജീക, എനിക്ക് മരക്കച്ചവടം ചെയ്താൽ കൊള്ളാന്നുണ്ട്. എന്താ ചെയ്യാ? മരക്കച്ചവടോ? എന്റെ അപ്പുണ്ണി അതൊരു നിസ്സാര പരിപാടിയല്ല, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാ. എന്ത് ബുദ്ധിമുട്ട്? എന്ത് ബുദ്ധിമുട്ടെന്നോ? എന്റെ അപ്പുണ്ണി എവിടെയെങ്കിലും കൂപ്പിക്കിടക്കുന്ന മരം നമ്മൾ കണ്ടുപിടിക്കണം. അത് സർക്കാർ ടെൻഡർ വിളിക്കുമ്പോൾ നമ്മൾ ആ ടെൻഡർ കൊടുക്കണം. എന്നിട്ട് പോയിരുന്ന് എല്ലാവരും ലേലം വിളിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇരുന്നിട്ട് നമുക്ക് മുതലാവുമെന്ന് നോക്കിയിട്ട് കയറ്റി വിളിക്കണം. അഥവാ മറിച്ചങ്ങനെ സംഭവിച്ചാൽ കൈനഷ്ടം സംഭവിക്കാം, അറിയാവോ? ലേലം വിളിക്കാൻ എനിക്കറിയാം. ഒരു വട്ടം, 2 വട്ടം, 3 വട്ടം എന്ന് പറയുമ്പോ 3 വട്ടം എന്ന് പറഞ്ഞ പോലെ. ഇതാരാ പുണ്ണിക്ക് പറഞ്ഞു തന്നെ? അതൊന്നും അല്ല ലേലം വിളി എന്ന് പറയുന്നത്. വേറെ ആള് വിളിക്കുമ്പോൾ നമുക്ക് മുതലാവുമെന്ന് നോക്കിയിട്ട് ആ സാധനം വിളിച്ച് നമ്മുടേതാക്കുന്ന ലേലം വിളി, അറിയാവോ? എന്തായാലും ഈ മരക്കച്ചവടവും ബ്രോക്കർ പണിയൊക്കെ ഉണ്ടല്ലോ, മടിയന്മാരുടെ പണിയാ. ആരാ പറഞ്ഞത്? എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്റെ കാഴ്ചപ്പാടില് ഈ പശുവിനെ വളർത്തുന്നതാണ് മടിയന്മാരെ പരിപാടി.
പശുവിനെ വളർത്തണതോ? ആരാങ്ങനെ പറഞ്ഞേ? എന്ത് ബുദ്ധിമുട്ടാവുള്ളത്? പശുവിന് ഇച്ചിരി പുല്ല് കൊടുക്കണം, ഇച്ചിരി പിണ്ണാക്ക് കൊടുക്കണം, ഒരു കയറെടുത്ത് എവിടെയെങ്കിലും കെട്ടിയിടണം. അല്ലാതെ പശുവിന് സ്പൂണിൽ കോരി കൊടുക്കുകയൊന്നും വേണ്ടല്ലോ. സ്പൂണ് കോരി കൊടുക്കൊന്നും വേണ്ട. മജീക്ക് ഒരു സ്ഥലം കൂടെ വന്നിട്ടേ തൊഴുത്തിലൊന്ന് നിൽക്ക്. അപ്പൊ അറിയാം. ജമാലിനോട് വെച്ചാലും അറിയാം കേട്ടോ അതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന്. ജമാലിനോട്? ആ എന്ത്? അല്ല, നല്ല പണിയെടുക്കുന്ന ആള് ജമാല്. അല്ല, അവനതിന്റെ ബുദ്ധിമുട്ട് അറിയാ. മജീക്കൊക്കെ അറിയില്ല, അതുകൊണ്ടാ. അതെ. പാപ്പ എവിടെ അത്യാവശ്യമായിട്ട് പോകാനുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് പോയില്ലേ? അത് ഞാൻ നമ്മുടെ ജബ്ബാറിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. എങ്ങോട്ട് പോകാനാണ്? ആ ചായക്കട പോയിട്ട് ബാക്കിയുള്ളവരുടെ കുറ്റം പറയാനല്ലേ? അപ്പുണ്ണി അങ്ങനെ പറയരുത്. അപ്പുണ്ണി ഒരു കാര്യം മനസ്സിലാക്കണം. പഞ്ചായത്ത് മെമ്പർക്ക് പഞ്ചായത്ത് ഓഫീസ്, നിങ്ങൾ ക്ഷീരകർഷകർക്ക് പാൽ സൊസൈറ്റി, അതുപോലെ ഞങ്ങൾ മരക്കച്ചവടക്കാർ ബിസിനസ്സുകാർക്ക് പറ്റിയ സ്ഥലമാണ് ചായക്കട. കളിയാക്കരുത്. ഓ, അപ്പൊ വാപ്പ ഇന്ന് പോണില്ല? ഞാൻ പോവും. അല്ല, ഞാൻ വരുന്നതിന് മുമ്പ് നിനക്ക് പറഞ്ഞുകൂടാ എന്താ ഇത്ര ധൃതി? ഞാൻ ചോദിച്ചെന്നുള്ളൂ. ഒരു കാര്യം ചെയ്യടി, ഞാൻ അവിടെ നിന്ന് വരുമ്പോഴേ നീ ഇവിടെ ഒരു ബോർഡും വെച്ച് നിൽക്കും, ബാപ്പ തിരിച്ചു പൊക്കോന്ന്. അല്ല പിന്നെ ഇതാ ജവഹർലാൽ നെഹ്റുവോ? ജവഹർലാൽ നെഹ്റുവാ? ഇതാ സാറാമ്മ. ആ പങ്ക്യമാവനാണ്. പങ്ക്യമാവനെ സാറാമ്മനെ ഡൽഹി കൊണ്ടുപോയിട്ടേ പ്രധാനമന്ത്രിയാക്കി കൊണ്ടുവന്നിരിക്കുക. ശരിക്കും പ്രധാനമന്ത്രിയായോ? അഭിനഹി ഇപ്പൊ അഭിനയിക്കാന്ന്. അമ്മേ, അമ്മേ, ദേ സാറാമ്മയും പങ്ക്യാമനും വന്നിരിക്കുന്നു. സാറാമ്മ സുഖാണോ? ഞാൻ അമ്മാവനും തുറട്ടെ. എന്തേ കയ്യില് ചാണകം ഉണ്ടാവില്ല? ചാണകല്ലേ, ക്ലീനാ. ഇവിടെ റോസ് പൂണ്ട്. ശരിക്കും നെഹ്റു ആയില്ലേ? അതെ. യാത്രയൊക്കെ സുഖമായിരുന്നോ? കയ്യിൽ നിന്ന് ഒന്ന് കിട്ടിക്ക. കൺഗ്രാചുലേഷൻസ്. യാത്ര സുഖവാനാണോ? കൺഗ്രാചുലേഷൻസ്. അല്ല, എന്റെ ഒരു സന്തോഷത്തിന് ഇരിക്കട്ടെ. അമ്മായി കൺഗ്രാചുലേഷൻസ്. ഇതെന്തിനാ? അതൊക്കെ ഉണ്ട്. ഡൽഹി പോയി വന്നതല്ലേ, അതില്ലേ. ആ ക്യാലേ മജീദ് ഭായ്, ക്യാലേ പുണ്ണി. അച്ചായ ബേത്തച്ചായ. घर के सारे लोग कहाँ हैं? എന്താ പറഞ്ഞു? വീട്ടിലുള്ളവരൊക്കെ എവിടെ പോയി? വരുന്നുണ്ട്, അതിന് വരുന്നുണ്ട്. അച്ഛന് വരുന്നുണ്ട്. സ്കൂളിലും പോയില്ല, ഹിന്ദി പഠിക്കില്ല, എന്നിട്ട് വേണ്ട കാണാന്ന് പറയുന്നത്. അമ്മാവനകത്തേക്ക് വരുന്നില്ലേ? मेरा प्यारी बहन सीधा दीदी, क्या हाल है? ഇതെന്ത് ഡ്രസ്സാ ഇത്? ഇതെന്താ ചുരിദാറാണോ? ഇത് ഡൽഹിന്നല്ലേ ഞങ്ങള് വരണേ. ആ, അവിടെ സ്ഥിരം ഞാൻ ഉപയോഗിച്ചിരുന്ന വേഷതാ. എന്നിട്ട് ഈ ഡ്രസ്സിലെങ്കിൽ പോന്നാ? അല്ലല്ല, അത് വേറൊരു ജോഡിയുണ്ട്, ഇത് വേറെ. എന്നിട്ട് കുളുമണാലിലും താജ്മഹൽ കാണാനും ഒക്കെ പോയപ്പോഴേ ഈ വേഷം അല്ലായിരുന്നല്ലോ. അത് കുട്ടിയെ ഈ ഔദ്യോഗിക മീറ്റിംഗ് കഴിഞ്ഞിട്ട് അതിൽ കിട്ടുന്ന ഇടവേളയിൽ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങും. അപ്പൊ ആ വേഷം ഒന്നും ഇടില്ല. എടാ, ഹണിമൂണിന് പോയതാണെങ്കിൽ ചേച്ചിയോട് പറഞ്ഞിട്ട് പോവായിരുന്നില്ലേ? ചേച്ചി എന്തെങ്കിലും തടസ്സം പറയോ? അയ്യോ, അങ്ങനെയല്ല നാത്തൂനെ. അയ്യോ, സീതാലക്ഷ്മി അമ്മേ. തിരുത്തൊന്നും വേണ്ട, നാത്തൂനേന്ന് വിളിച്ചാ മതി. എന്താ നാത്തൂൻ പറയാൻ വന്നത്? അല്ല, പങ്കുവിന് ആഗ്രഹം പറഞ്ഞോണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ പോയെന്നേ ഉള്ളൂ. നല്ല കാര്യം. അങ്ങനെ ആഗ്രഹമുള്ള സ്ഥലങ്ങളെല്ലാം പോയി കാണണം. എന്റെ മുത്ത്. കുളു മണാലിയിലൊക്കെ ജൂൺ മാസത്തിൽ പോണ നല്ല സീസൺ എന്നാണ് സാറാമ്മ പറഞ്ഞത്. അതിനെന്താ, ജൂൺ മാസത്തിൽ ഒന്നും കൂടി പോണം. ആ, സാറമ്മക്ക് യാത്ര ചെയ്തിട്ട് ക്ഷീണമല്ലോ ഉണ്ടോ? ഇല്ല, വരുന്ന വഴിക്ക് കരിക്ക് പിടിച്ചായിരുന്നു. ആ, സീതേച്ചി കരിക്ക് കുടിച്ചെന്ന്. ആ, കരിക്ക് നല്ലതാ, കരിക്ക് നല്ലതാ. ഞാനും ഇടയ്ക്ക് വരെ കരിക്ക് കഴിക്കാറുണ്ട്. നീ കുടിക്കാണ്ടിരിക്കും, എന്തേലും ചെയ്യും. അതിന് എനിക്കെന്ത് വേണം? സാറാമ്മ കുടിക്കണം. ഇപ്പൊ അവിടെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? അവിടെ ഭയങ്കര തണുപ്പ് തുടങ്ങി കളിയപ്പോ. പണ്ട് ഞാൻ അവിടെ നാടകം കളിക്കാൻ വന്നിട്ടുണ്ട്, ഈ മലയാളി അസോസിയേഷന്റെ. ആ, പണ്ടത്തെ ഡൽഹി ഒന്നും അല്ല അളിയപ്പോഴത്തെ ഡൽഹി മൊത്തം മാറി. അപ്പൊ ഡൽഹി മാറിയോ? ഇപ്പൊ
ഇപ്പൊ കല്ലമ്പലത്തോട്ട് മാറ്റി. എല്ലാം കണ്ടതുപോലെ ചോദിക്കുന്നത്. അല്ല പങ്കിയമ്മ, പാർലമെന്റ് മന്ദിരത്തിന്റെ ഉള്ളിലൊക്കെ കേറിയോ? അങ്ങനൊന്നും നമ്മളൊക്കെ ക്ഷണിച്ചിട്ട് പോവാൻ പറ്റിയില്ല. അതെ, വിശേഷമൊക്കെ പിന്നെ പറയാം. ഇവര് യാത്ര ചെയ്ത് വന്നതല്ലേ, നല്ല ക്ഷീണം ഉണ്ടാവും. ഞങ്ങൾക്ക് അങ്ങനെ ക്ഷീണമൊന്നുമില്ല ചേച്ചി. നിനക്ക് ക്ഷീണം ഉണ്ടാവില്ലേ, സാറാമ്മയ്ക്ക് ക്ഷീണം ഉണ്ടാവും. വാ മോളെ, അകത്ത് കയറിയിരിക്കാം. വാ പതുക്കെ നടക്കണേ. എന്തിന്? പതുക്കെ. അത് ഇപ്പൊ ജ്യൂസ് എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട. ഇതിൽ കൂടെ വാ, അങ്ങനെ കവച്ചൊന്നും വെക്കണ്ട. അങ്ങോട്ട് വാ. ആ, കാലില് നീരുണ്ടോ? ഇല്ല. പുണ്യേ, ചേച്ചി എവിടെയെങ്കിലും തല അടിച്ച് വീണ? എന്നെയും സാറാമ്മേനെയും മനസ്സിലായില്ലേ? ഓ മനസ്സിലായി. ശരിക്കും? പിന്നെ എന്താ അമ്മാവാ? ഓ ഒന്നുമില്ല. അമ്മാവാ നേരെ ബാഗ് ഗാഡി. ആ ഞാൻ എടുത്തോളാം. എന്താ സാറു ഒരു ആലോചന? ഇല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു. നമ്മള് ഡൽഹിയിൽ പോയപ്പോഴേ ഇവിടെ വല്ല ഇടി വല്ലതും വെട്ടിയായിരുന്നു? 2 ദിവസം നല്ല മഴയായിരുന്നു ഷായന് പറഞ്ഞു. ഇടിവെട്ടില്ല. എന്തേ? ഇല്ല, നിങ്ങളുടെ ചേച്ചിയുടെ തലയിൽ വല്ല ഇടിയും വീണോന്ന് അറിയാനായിട്ടാ. അല്ല, നമ്മള് ഡൽഹിക്ക് പോയ സമയത്തുണ്ടായിരുന്ന ഒരു ആറ്റിറ്റ്യൂഡേ അല്ല ചേച്ചിക്ക് തിരിച്ച് നമ്മൾ വന്നപ്പോ തോന്നിയാ? പങ്കുന് തോന്നിയോ? തോന്നി. എന്ത് പറ്റിയൊന്ന്? അതാ ചോദിച്ചു, ഇടി വല്ലതും വെട്ടിയോന്ന്. ഞാൻ വിചാരിച്ചേ നമ്മളിപ്പോ ഈ ഡൽഹി പോയിട്ട് താജ്മഹൽ കണ്ട് അതേമാതിരി കുളു മണാലിയിലൊക്കെ പോയത് അറിഞ്ഞാല് ചാടി കളിക്കുന്ന വിചാരിച്ച. അങ്ങനെ ഒരു സംഭവം ഇല്ലാന്ന് തന്നെയല്ല, ഭയങ്കര സ്നേഹം. ആന്നേ, എന്റെ ഭക്ഷണകാര്യത്തിലൊക്കെ ഒടുക്കത്തെ കെയറിങ്. എന്ത് വേണമെങ്കിലും പറഞ്ഞു അതൊക്കെ ഉണ്ടാക്കി തരാന്നാ പറഞ്ഞത്. എനിക്കറിയാൻ പറ്റത് എന്നാ പറ്റിയെന്നാ. ഇനിയിപ്പോ നമ്മള് ഡൽഹി പോയിട്ട് വരെ ലോട്ടറി അടിച്ചു എന്ന് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. ഡൽഹി പോയിട്ട് എന്ത് ലോട്ടറി അടിക്കാൻ? എനിക്ക് വേറൊരു സംശയമുണ്ട്. പണ്ട് അക്വാറിയം തല്ലിപ്പൊളിച്ചൊരു കേസുണ്ടല്ലോ, അത് ഞാനല്ലേ കോംപ്രമൈസ് ആക്കി കൊടുത്തത്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്തോ ഒരു ഇടങ്ങേറ് നമ്മൾ ഇല്ലാഞ്ഞപ്പോ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കോംപ്രമൈസ് ചെയ്യാനുള്ള ഒരു സോപ്പിടിയിലാണോ ഈ സ്നേഹം പ്രകടിപ്പിക്കൽ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അതല്ല ചേച്ചിയുടെ നിഷ്കളങ്കമായ സ്നേഹത്തെ നമ്മൾ ചോദ്യം ചെയ്യണ്ട. അതെ, എനിക്കറിയാൻ പാടില്ലാത്ത ആളല്ലല്ലോ ഈ സീതാലക്ഷ്മി അമ്മ, ആണോ? സാറമ്മയ്ക്ക് അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഇവിടെ കയറി വന്ന എല്ലാ മരുമക്കളോടും ആദ്യം നല്ല ചാടിക്കളിക്കലായിരുന്നു. 1-2 ആഴ്ച കഴിയുമ്പോൾ മെല്ലെ മെല്ലെ അവരെങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങും. പിന്നെ അവരെ തല കയറ്റി വെച്ചോണ്ട് നടക്കും. ചേച്ചിയുടെ ഒരു രീതിയാ. പിന്നെ എന്നോട്, ഞങ്ങളുടെ അമ്മ മരിച്ചത് ഞങ്ങളുടെ വളരെ ചെറുപ്പത്തിലാണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ചേച്ചിയല്ല, എനിക്ക് അമ്മ തന്നെയാണ്. അത് ചേച്ചിക്ക് അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ മക്കളോട് ചാടിക്കളിക്കണ പോലെ എന്നോട് എപ്പോഴും അങ്ങനെയാണ്. അത് സ്നേഹം കൊണ്ടാ. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൊള്ളാം. ഞാൻ വിചാരിച്ചത് നമ്മള് കല്യാണമൊക്കെ കഴിഞ്ഞ് കയറി വരുമ്പോ സാറാമ്മയ്ക്ക് സ്വൈര്യം ഉണ്ടാവില്ല എന്നാ വിചാരിച്ചത്. ഞാനും ഒരു യുദ്ധം പ്രതീക്ഷിച്ച് തന്നെ ഇങ്ങോട്ട് കയറി വന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പോഴേ ഒരു സമാധാനം. ഇങ്ങനൊക്കെ തന്നെ ഞങ്ങൾ പോട്ടെ. അതെ, ഇത്രേ ഉള്ളൂ. എന്നാ കിടക്കാം. സാറാ 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 പങ്കു, മെഡിറ്റേറ്റ് ചെയ്യുന്നേരം വർത്താനം പറയാൻ വരല്ലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്താണ് കുറച്ചെങ്കിലും ഒരു സമാധാനത്തില് സാറാമ്മ ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഈ സമയത്ത് സംസാരിക്കാൻ വരണേ. ആ പറഞ്ഞതിലൊരു കാര്യമുണ്ട് കേട്ടോ. ഈ മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ എന്റെ ദേഷ്യം കുറച്ചൊന്ന് കൺട്രോൾഡ് ആയിട്ടുണ്ട്. ആണോ? അയ്യോ, എന്നാ ജീവിതത്തിൽ എന്ത് ഒഴിവാക്കിയാലും മെഡിറ്റേഷൻ ഒഴിവാക്കല്ലേ. അതെന്നാ വർത്താനാ പങ്കു ആ പറഞ്ഞത്? അപ്പൊ എനിക്ക് എപ്പോഴും ദേഷ്യമാണെന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം? എന്നല്ല, പിന്നെ സമാധാനപരമായി പോകുന്ന ജീവിതത്തിനിടയ്ക്ക് വല്ലപ്പോഴും കയറി വരുന്നൊരു ദേഷ്യം ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ഒഴിവാക്കാലോ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനാണെങ്കിൽ ഓക്കെ, അതാ ഞാൻ പറഞ്ഞു. ബാക്കിയും കൂടെ ചെയ്യട്ടെ. ഇനി വിളിക്കരുത് കേട്ടോ. ഇല്ല.
എപ്പോഴാ തീരാണാവോ? അല്ല പറഞ്ഞില്ലേ ഞാൻ വർത്താനം പറയല്ലേന്ന്. അല്ല ആരവരൻ നോക്കിയേ ചേച്ചി ഉത്തമനായിട്ട് എവിടുന്നാ? ഞങ്ങള് 2 കരിക്കിടാൻ വേണ്ടി പോയതാടാ. കരിക്കിടാൻ വേണ്ടി പോവുക. അപ്പൊ നമ്മുടെ പറമ്പിൽ കരിക്കില്ലേ? ഇവിടെ ഇല്ലാത്തോണ്ടല്ലേ വല്ലവരുടെ പറമ്പിൽ പോയിട്ട് കരിക്കിടേണ്ടി വന്നത്. ഈ കണ്ട തെങ്ങുണ്ടായിട്ടോ? എടാ ഇവിടെ കഴിഞ്ഞ ദിവസമല്ലേ തെങ്ങ് കയറിയത്, കരിക്കൊന്നുമില്ല. ഈ പഞ്ചായത്ത് മുഴുവൻ നടന്നിട്ടാ ഈ കരിക്ക് കിട്ടിയത്. അതെന്തിനാ പഞ്ചായത്ത് മുഴുവൻ നടക്കാൻ പോയി? അപ്പുറത്തോ ഇപ്പുറത്തോ തെങ്ങൊന്നും ഇല്ലായിരുന്നു. എല്ലാ വീട്ടിലും തെങ്ങുണ്ട് കരിക്കും ഉണ്ട്. ഇങ്ങനെ കൈയിട്ട് പറിക്കാം. പക്ഷെ ഈ അമ്മായിയുടെ സ്വഭാവം കൊണ്ട് ആരും തന്നില്ലെന്നേ, ഒക്കെ പറിപ്പിച്ചിട്ടൊക്കെയല്ലേ. പോടാ അവിടുന്ന്. അല്ല നാത്തോനെ, കരിക്ക് അത്രക്ക് ഇഷ്ടാ? അയ്യോ ഇത് എനിക്കല്ല, ഇത് നാത്തോനാ. ഈ സമയത്ത് കരിക്ക് കുടിക്കുന്നത് നല്ലതാ. ഈ സമയത്തോ? ഈ സമയത്ത് വെച്ചാ ഈ സമയത്ത് വെച്ചാ 7:30 8 മണി. ചിലപ്പോ യോഗ കഴിഞ്ഞ് കുടിക്കുന്നതിനെ കുറിച്ചായിരിക്കും. യോഗ കഴിഞ്ഞിട്ട് കുടിക്കുന്നതിനെ കുറിച്ചാ? യോഗ കഴിഞ്ഞിട്ട് കുടിച്ചാലും മതി. എന്നാലും ഈ വാട്ടർ കണ്ടന്റ് ഒത്തിരി ചെല്ലണം, നല്ലതാ. ആഹാ, ഉത്തമൻ ഇത്രയൊക്കെ വിവരമുണ്ടോ? ഞാൻ പറഞ്ഞത് ശരിയായിട്ടാ. സത്യം പറഞ്ഞാലേ നിങ്ങളൊക്കെ ഒരു പഴഞ്ചൻ ആൾക്കാരായിരിക്കും ഞാൻ വിചാരിച്ചതേ. എന്തായാലും നിങ്ങൾക്ക് ഈ ആരോഗ്യകാര്യത്തിലൊക്കെ ഇത്ര ശ്രദ്ധയുണ്ടെന്നുള്ളത് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. അതെ, സാറാമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മായി ചെറിയൊരു ഡയറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്.